പാകിസ്ഥാനിലെ ഫസ്റ്റ് ജനറേഷൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കന്ദീൽ ബലൂച്ച് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവരുടെ സ്വന്തം വീട്ടിൽ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജൂലൈ മാസം 2016 ഈ ഒരു ഇൻസിഡന്റ് നടന്നത്. അവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2015 ഒരുപാടധികം ഗൂഗിൾ സെർച്ചിലൊക്കെ വന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ സ്റ്റാർട്ടിംഗ് കാലഘട്ടത്തിൽ തുടങ്ങിയിട്ട് ഇതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു തോട്ടിൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു അവർ. ആ സോഷ്യൽ മീഡിയ ത്രൂ വലിയ രീതിയിലുള്ള ഫെയിമും നേടിയെടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. അതേപോലെ തന്നെ അവർ കുറേ ടോക്ക് ഷോസിൽ, റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു ടോക്ക് ഷോയിൽ ഇവർ 2016 ജൂൺ മാസത്തിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ മരണപ്പെടുന്നതിനും ഏകദേശം ഒരു മാസം മുൻപ് അവിടെ വെച്ചിട്ട് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. അവരെ കൂടാതെ മുഹമ്മദ് മുഫ്തി അബ്ദുൽ കാവി എന്ന് പറയുന്ന ഒരു റിലീജിയസ് ലീഡർ കൂടെ ആ ഒരു ടോക്ക് ഷോയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിലീജിയനെ കുറിച്ചിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. ഇവരും ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ടും ആ ഒരു വിശ്വാസങ്ങളൊന്നും ഫോളോ ചെയ്യാത്തതിനെ കുറിച്ചിട്ടുള്ള സംസാരങ്ങൾ വന്നു. അതേപോലെ തന്നെ ഇവർ തലമറക്കുന്നില്ല, ബുർക്ക ധരിക്കുന്നില്ല, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അതായത് ആ ഒരു ടോക്ക് ഷോയിൽ ഒരുപാടധികം പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഒരു മുഫ്തി എന്തായാലും നിന്നെ എനിക്ക് പേഴ്സണലായിട്ടൊന്ന് കാണണം, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. അതിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടി ഓക്കെ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് കാണാനായിട്ട് വരാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ആ ഒരു TV പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അതേപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഈ കന്ദീൽ മുഫ്തിയെ കാണുകയും ചെയ്തു. അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവരവരുടെ സോഷ്യൽ മീഡിയയിലും മറ്റും പബ്ലിഷ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കറാച്ചിയിൽ നിന്ന് അവർ സ്വന്തം നാട്ടിലോട്ട് വണ്ടി കയറുകയായിരുന്നു. നേരെ നാട്ടിലെത്തി. അതിനുശേഷം വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. ഡോറ് തുറന്നത് അമ്മയായിരുന്നു. എന്നാൽ അമ്മയ്ക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അതിന്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ബുർക്കയായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ആരാണെന്നുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ ഞാൻ കന്ദീലാണെന്നുള്ളൊരു കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മ ഷോക്കായി പോയി. കാരണം ആ ഒരു സ്ത്രീ ബുർക്കൊന്നും ധരിച്ച് അമ്മ കണ്ടിട്ട് തന്നെയില്ല കുറേ കാലങ്ങളായിട്ട്. അവർ ആ ഒരു മതത്തിനോടും കാര്യങ്ങളോടും വിശ്വാസങ്ങളോടൊക്കെ വളരെ റിബലായിട്ട് എന്താ പറയുക മോഡേൺ ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അമ്മക്കും അതൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എന്തായാലും വീട്ടിലോട്ട് കയറാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിൽ കയറി. ഇപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ആ സമയത്ത് തന്നെ അമ്മയ്ക്ക് മനസ്സിലാവുകയായിരുന്നു. അവരങ്ങനെ വീട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 16, 2016. അന്നത്തെ ദിവസം എന്നത്തെയും പോലെ അവർ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല. അപ്പോൾ പാരൻസും മറ്റൊക്കെ വിചാരിച്ചെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് കിടന്നുറങ്ങുന്നതായിരിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഉച്ച ടൈമായി. അപ്പോൾ എന്തായാലും അച്ഛൻ ആ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ കയറിയിട്ട് വിളിച്ചു നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ആളങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ കയറി അവരെ കുലുക്കി വിളിച്ചു. എന്നാൽ ആ സമയത്ത് അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ കൂടെ കണ്ട് ഷോക്കായ പാരൻസ് ഉടനെ തന്നെ അവരെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിലെത്തി അവരെ പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞു ഈ ഒരു പെൺകുട്ടി ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു. അതായത് അവർ അങ്ങോട്ട് എത്തിക്കുന്നതിനും ഏകദേശം 16 മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ആ പാരൻസ് നടുങ്ങി പോവുകയാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊന്നും തന്നെ അവർക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കന്ദീൽ ബലൂച്ചിൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നത്, ആരാണ് അവരെ കൊലപ്പെടുത്തിയത്, അതേപോലെ തന്നെ പോലീസുകാർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. റസീൻ ദിസ് സൈഡ്. പാകിസ്ഥാനിലെ സൗത്ത് പഞ്ചാബിലെ ഷാ സദർദിൻ എന്ന് പറയുന്ന സ്ഥലത്തിൽ 1990 മാർച്ച് 1 ഈ ഒരു പെൺകുട്ടി ജനിക്കുന്നത്. മുഹമ്മദ് ആസിഫ് അൻവർ ബീവി ദമ്പതികളുടെ മകളായിട്ടായിരുന്നു ഈ ഒരു പെൺകുട്ടി ജനിച്ചത്. അവർക്ക് ജനിച്ച സമയത്ത് വെച്ച പേര് ഫൗസിയ അസീം എന്നുള്ള ഒരു പേരായിരുന്നു. അതിനുശേഷമാണ് ആ ഒരു പേര് ചേഞ്ച് ചെയ്തിട്ട് കന്ദീൽ ബലൂച്ച് എന്നാക്കുന്നത്. ഇവർക്ക് ടോട്ടൽ 6 സഹോദരന്മാരും അതുപോലെ തന്നെ 2 സഹോദരിമാരും ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു വില്ലേജിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് മതവിശ്വാസത്തെ ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു. സ്ത്രീകൾക്കൊന്നും തീരെ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു ഏരിയ തന്നെ ആയിരുന്നു അതെന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് പെൺകുട്ടികളെ സ്കൂളിൽ പോലും വിടാറുണ്ടായിരുന്നില്ല. പിന്നെ ഫുൾ ബുർക്കയും കാര്യങ്ങളൊക്കെ ധരിക്കണം. അതായത് അത്രത്തോളം റിലീജിയസ് ആയിട്ടുള്ള അതേപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നാട്ടിലായിരുന്നു ഈ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു ഫാമിലിയിൽ ജനിച്ചത്. വളരെ ചെറുപ്പത്തിലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കന്ദീൽ ബലൂച്ചിന്റെ തലയിലും അടിച്ചേൽപ്പിക്കുകയായിരുന്നു. എന്നാൽ അവർക്ക് അതിലൊന്നും തന്നെ ആ സമയത്ത് തുടങ്ങിയിട്ട് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കണം, ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു തോട്ട് മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായത്. അങ്ങനെ വീട്ടിലൊക്കെ കുറേ ഫൈറ്റ് ചെയ്തിട്ട് അവർ ചെറിയ രീതിയിൽ പഠിക്കാനും മറ്റുമൊക്കെ പോകുന്നുണ്ടായിരുന്നു. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലെ വീടുകളിൽ നിന്നും എല്ലാ പെൺകുട്ടികളൊന്നും സ്കൂളിൽ പോയിരുന്നില്ല. വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന പെൺകുട്ടികൾ മാത്രമേ ഇങ്ങനെ പഠിക്കാനായിട്ട് പോയിരുന്നുള്ളൂ. അതിലൊരു പെൺകുട്ടിയായിരുന്നു ഈ ഒരു കന്ദീൽ ബലൂച്ച്.
എന്നാൽ അതിന് പാരൻസിന് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഈ ഒരു പെൺകുട്ടിയുടെ വാശിയുടെ മുന്നിൽ തോറ്റിട്ടായിരുന്നു ആ ഒരു പെൺകുട്ടിയെ പഠിക്കാനായിട്ട് അനുവദിച്ചിട്ടുണ്ടായത്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അവരുടെ അയൽവക്കത്തുള്ള വീട്ടിൽ ടി വിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ടി വി കാണാനായിട്ട് സ്ഥിരമായിട്ട് ആ ഒരു പെൺകുട്ടി അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ പേരിൽ ദിവസം വീട്ടിലടിയാണ്, അമ്മ ചീത്ത പറയുന്നു, അച്ഛൻ ചീത്ത പറയുന്നു, അതേപോലെ തന്നെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കൂസാതെ ആ ഒരു പെൺകുട്ടി ഡെയിലി അങ്ങോട്ട് പോയിട്ട് ടി വി കാണും. ടി വി കണ്ടിട്ട് അതിലത്തെ നായികമാരെ പോലെയും അതേപോലെയുള്ള ആളുകളെ പോലെയൊക്കെ ആവണം എന്നുള്ളൊരു ആഗ്രഹം ആ ഒരു സമയത്ത് തന്നെ അവർക്ക് ഉണ്ടാവുകയാണ്. പിന്നെ ഈ ഒരു ടി വി കാണൽ കൂടി വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പൈസയൊക്കെ ചെറുതായിട്ട് സ്വരുക്കൂട്ടി വെച്ചിങ്ങനെ ഒരു ടി വി വാങ്ങാനായിട്ടുള്ളൊരു എമൗണ്ട് ആയപ്പോൾ ടൗണിൽ പോയിട്ട് ഒരു ടി വി വാങ്ങിക്കൊണ്ട് വരികയായിരുന്നു. എന്നിട്ട് ആ ഒരു പെൺകുട്ടിനോട് പറഞ്ഞു, ഇനി നീ വല്ല വീട്ടിലൊന്നും പോയി ടി വി കാണണ്ട, നീ ഇവിടെ ഇരുന്ന് ടി വി കാണാൻ പറയുകയായിരുന്നു. പിന്നീട് ആ ഒരു പെൺകുട്ടി ടി വിയിൽ തന്നെ ആയിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. യെസ്, കന്തിൽ ബലൂച്ച് തൻ്റെ ഒഴിവ് സമയം കംപ്ലീറ്റ് ടി വിയുടെ മുന്നിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അവർ സീരിയലുകൾ കാണാൻ തുടങ്ങി, അതേപോലെ തന്നെ സിനിമകൾ കാണാൻ തുടങ്ങി, ബാക്കിയുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങി. അതൊക്കെ കണ്ട് എങ്ങനെയെങ്കിലും തനിക്കും ഒരു ആക്ട്രസ് ആവണം എന്നുള്ളൊരു എയിമിലോട്ട്, അതായത് അങ്ങനത്തെ ഉള്ളൊരു അംബീഷൻ അവർ സെറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. പിന്നെ പോരാത്തതിന് ടി വിയിൽ കാണുന്ന നടിമാരൊക്കെ ധരിക്കുന്നത് പോലുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിങ്ങേറ്റ് അതൊക്കെ ധരിച്ചിങ്ങേറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഫാഷൻ ഷോ പോലെ വീട്ടിലൊക്കെ കാണിക്കാനൊക്കെ തുടങ്ങി. ഇല്ലാന്നുണ്ടെങ്കിൽ ചില തുണികളൊക്കെ വാങ്ങിയിട്ട് കട്ട് ചെയ്ത് തയ്ച്ച് അതൊക്കെ ഇട്ടിങ്ങേറ്റ് അങ്ങനെ കുട്ടികൾ കാണിക്കില്ല, അതേപോലെയൊക്കെ അവർ വീട്ടിൽ കാണിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ വീട്ടുകാർക്ക് കോപമായിരുന്നു ഉണ്ടാക്കിയത്. അതിൻ്റെ പേരിലും അവർ ഒരുപാടധികം പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ 2009 അത് സംഭവിക്കുന്നത്. വേറൊന്നുമല്ല, അവരുടെ നാട്ടിൽ നിന്നും നാട് വിട്ടു പോവുകയായിരുന്നു. ടൗണിലെത്തി അവർ ഒരുപാട് അലഞ്ഞു. അവസാനം ഒരു ബസ് കമ്പനിയിൽ ഹോസ്റ്റസ് ആയിട്ട് അവർക്ക് ജോലി ലഭിക്കുകയാണ്. അങ്ങനെ തൻ്റെ സ്വന്തം ചെലവുകളും കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തള്ളി നീക്കാവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് അവരുടെ ജീവിതമെത്തി. എന്നാലും അവരവരുടെ ആഗ്രഹവും കാര്യങ്ങളൊന്നും തന്നെ മറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലും നല്ലൊരു നടിയാവണം, ആളുകൾ അറിയപ്പെടുന്ന ഒരു സ്ത്രീ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അവർ സ്ഥിരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് 2012 അവരുടെ മാനേജർ ത്രൂ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത്. വേറൊന്നുമില്ല, ഇതേപോലെ തന്നെ ഒരു പാട്ട് പാടുന്ന റിയാലിറ്റി ഷോയിലോട്ടുള്ള ഒരു എൻട്രിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്. അങ്ങനെ അവർ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. എന്നാൽ അവർ അത്ര നല്ല വലിയൊരു സിംഗറൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അതിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനൊന്നും പറ്റിയില്ല. എന്നാലും ടി വിയിൽ അവരുടെ മുഖം ഒരുപാടധികം ആളുകൾ കാണുകയാണ്. അത് അവരൊരു മുതൽക്കൂട്ടായിട്ട് എടുത്തുകയായിട്ട് സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ത്രൂ അവർ പൈസ ഉണ്ടാക്കാമെന്നുള്ളൊരു തോട്ടിലോട്ട് എത്തുകയാണ്. ആ ഒരു സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ആളുകൾ ചിന്തിച്ച് വരുന്നേ ഉള്ളൂ. അവരുടെ പേജിലൂടെ അവർ ഫെമിനിസത്തെക്കുറിച്ചും ഒപ്രസ്ഡ് സിസ്റ്റത്തെക്കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. പിന്നെ പോരാത്തതിന് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള സെക്സി ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ പോസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേജ് വളരെ പെട്ടെന്ന് എക്സ്പ്ലോഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഒരുപാടധികം ഫോളോവേഴ്സിനെ ഗെയിൻ ചെയ്യാനും അവരെ കൊണ്ട് സാധിച്ചു. അതൊരു സൈഡിലൂടെ പോകുമ്പോൾ മറ്റേ സൈഡിലൂടെ വേറെ ഒരുപാടധികം ഇഷ്യൂസും അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ അവരെ ത്രെറ്റ് ചെയ്യുന്നത് പതിവായിരുന്നു. ഒരുപാടധികം വധഭീഷണി കാര്യങ്ങളും ഇവർക്ക് സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു. നീ മതത്തിൽ പെട്ടിട്ട് ആ ഒരു മതത്തിനെ ധിക്കരിച്ചിട്ട് ഇങ്ങനെയാണോ ജീവിക്കുന്നത്, ഇങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കമൻസ് അവർക്ക് വരാറുണ്ടായിരുന്നു. റിയൽ ലൈഫിൽ തന്നെ അങ്ങനെ ഒരുപാടധികം പ്രശ്നങ്ങളും അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2015 അവർ അവരുടെ ഫെയിമിൻ്റെ പീക്കിലോട്ടൊക്കെ എത്തുന്നത്. ആ ഒരു സമയത്തൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് ടോക്ക് ഷോസിലും മറ്റൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2015 അവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള വ്യക്തികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഒരുപാടധികം സെർച്ച് വന്നൊരു വ്യക്തിയായിരുന്നു ഈ ഒരു കന്തിൽ ബലൂച്ച് എന്ന് പറയുന്ന ആ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. 2015 അത്തരത്തിലുള്ള ഒരു സെർച്ച് വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുണ്ടായിരുന്ന വേറൊരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇമ്രാൻഖാൻ ആ ഒരു സമയത്ത് തൻ്റെ വൈഫിനെ ഡിവോഴ്സ് ചെയ്യാണ്. പിറ്റേ ദിവസം തന്നെ ഈ പെൺകുട്ടി ഒരു പോസ്റ്റ് ഇടാണ്, ഇമ്രാൻഖാനെ വിവാഹം കഴിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡലാണ്. അവരിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഒരുപാടധികം കമൻസും കാര്യങ്ങളും വന്നു. ഒരുപാടധികം ആളുകൾ സെർച്ച് ചെയ്ത് ഇവർ ആരാണെന്ന് നോക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെ വീണ്ടും ഇവരുടെ പോപ്പുലാരിറ്റി വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ ഭയങ്കരമായിട്ട് ഫോളോവേഴ്സ് കയറിയപ്പോൾ ഇവർക്ക് സോഷ്യൽ മീഡിയ ത്രൂ ഒരുപാടധികം അഡ്വർടൈസിങ് ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. അതിൽ നിന്ന് ഒരുപാടധികം പൈസയും ഇവർ സമ്പാദിച്ചു. അങ്ങനെയാണ് മുൽത്താനിൽ തൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് ഇവർ ഒരു വീട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവരെ അങ്ങനെ സ്വന്തമായിട്ടൊരു വീട്ടിലോട്ട് ഇവർ മാറ്റുമായിരുന്നു. അവർക്കുള്ള ചിലവിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർ നോക്കുന്നുണ്ടായിരുന്നു. പാരൻസിൻ്റെ കാര്യമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവർ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാരൻസിന് ആദ്യമൊക്കെ ഇവരുടെ ഈ ഒരു പ്രവൃത്തിയിലും മറ്റൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു എന്നുണ്ടെങ്കിലും ഇവർ അത്യാവശ്യം പൈസ ഒക്കെ സമ്പാദിക്കുന്നുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തിയപ്പോൾ അവരൊക്കെ ഒരു തണുത്ത സിറ്റുവേഷനിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു.
അവരുടെ ലൈഫിൽ ഒരുപാടധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഒരുപാടധികം പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും വലിയ അലമ്പില്ലാതെയായിരുന്നു ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ 2016 ജൂൺ മാസത്തിൽ ആ മുഫ്തിയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് ശേഷമാണ് ലൈഫ് തന്നെ മാറുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ അയാൾ ആ സ്ത്രീയെ പേഴ്സണലായിട്ട് കാണണം, കുറച്ച് കാര്യങ്ങൾ ഉപദേശിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഫലമായിട്ട് കറാച്ചിയിലുള്ളൊരു ഹോട്ടൽ മുറിയിലോട്ട് അയാളെ കാണാനായിട്ട് ആ ഒരു സ്ത്രീ ചെന്നതായിരുന്നു. അതേപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ അവർ വേറെയും കുറേ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇയാൾ തന്നെ സെക്ഷുവലി ഹറാസ് ചെയ്യാൻ നോക്കി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ പോസ്റ്റ് ചെയ്തത്. തൻ്റെ അടുത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറി, തൻ്റെ അടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പറയുകയായിരുന്നു. ഇത് ആളുടെ ഫോളോവേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. അതേപോലെ തന്നെ വേറെയും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കി. നീ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നെങ്കിൽ നല്ല രീതിക്ക് നടക്കുന്ന ഒരാൾ വെറുതെ തേജോവധം ചെയ്യാണ്, അയാൾക്ക് ചീത്തപ്പേരുണ്ടാക്കുകയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർക്കെതിരെയായി മുഴുവൻ ജനവും, അതായത് ഇവരോട് അത്തരത്തിലുള്ളൊരു കാര്യം അയാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവർ പുറത്ത് പറഞ്ഞ സമയത്ത് എല്ലാ ആളുകളും ഇവർക്കെതിരെ തിരിയുന്നൊരു സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയി. അതായത് മാനസികമായിട്ട് അവർ വളരെയധികം തകരുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെ അവരെത്താനായിട്ടും ഒരുപാടധികം വേറെ റീസൺസും ഉണ്ടായിരുന്നു കേട്ടോ. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീഡിയാസും അതേപോലെ തന്നെ ആളുകളും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഇങ്ങേറ്റ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇവർ വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്ന് വന്നൊരു സ്ത്രീയാണ്. ഇവർക്ക് വലിയ ബാക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, വലിയ കണക്ഷൻസോ പരിപാടികളോ ഒന്നുമില്ല എന്നുള്ളതൊക്കെ ആളുകൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവരെ കളിയാക്കാനായിട്ട് തുടങ്ങി. നീ എന്ത് ചെയ്യാനാണ്, നിനക്കാണെന്നുണ്ടെങ്കിൽ ഒരു കണക്ഷനും ഇല്ല, വലിയ വീട്ടിലത്തെ അല്ല, പിന്നെ നീയൊക്കെ എന്ത് ചെയ്യാനാണെന്നുള്ളൊരു രീതിയിലായി അവരെ ആളുകൾ സൈബർ അറ്റാക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ 2007 അതായത് ഇവർക്ക് വെറും 17 വയസ്സുള്ള സമയത്ത് ഇവരുടെ വിവാഹം നടക്കുകയായിരുന്നു. ആഷിഖ് ഹുസൈൻ എന്നായിരുന്നു അവരുടെ ഭർത്താവിൻ്റെ പേര്. ഇവരുടെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിലേറ്റീവ് ആയിരുന്നു കേട്ടോ ആള്. ഇവരെക്കാട്ടിലും ഒരുപാടധികം പ്രായവും കാര്യങ്ങളും മൂത്തൊരു വ്യക്തിയായിരുന്നു. ആ സമയത്ത് ഇവർക്ക് ഒരു ആക്ട്രസ് ആവണം, ടൗണിലോട്ട് പോകണം എന്നുള്ളൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ 100 തവണ വീട്ടിൽ പറഞ്ഞു എനിക്ക് വിവാഹം വേണ്ട എന്നുള്ളത്. എന്നാൽ വീട്ടുകാർ സമ്മതിച്ചില്ല. അവർ നിർബന്ധിപ്പിച്ചിട്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു കല്യാണം കഴിപ്പിച്ചത്. ആ ഒരു വിവാഹ ബന്ധത്തിൽ ഇവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ആഷിഖിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് പ്രോപ്പറായിട്ടുള്ള ജോലിയും കാര്യങ്ങളും പോലും ഉണ്ടായിരുന്നില്ല. ചെറിയ ലേബർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെയോ ആയിരുന്നു ആളുടെ ഫാമിലി നോക്കിയിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സ്ത്രീയെ ഭയങ്കരമായിട്ട് ആൾ ടോർച്ചർ ചെയ്യാറുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് അടിക്കാറുണ്ടായിരുന്നു. ഈ ഒരു അടിയൊക്കെ കൊണ്ട് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഭർത്താവുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും, നീ കുറച്ച് സഹിച്ചും ക്ഷമിച്ചൊക്കെ നിൽക്കണം, പഴയ പോലെ കളിക്കാനൊന്നും പറ്റില്ല, നീ ഇപ്പോൾ ഒരു അമ്മയാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭർത്താവിൻ്റെ വീട്ടിലോട്ട് തിരിച്ചയക്കുന്ന ഒരു പതിവായിരുന്നു അവരുടെ ഫാമിലിയിൽ ഉണ്ടായത്. എന്നാൽ ഈ ഒരു ഫിസിക്കൽ അബ്യൂസും മെൻ്റൽ അബ്യൂസും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് അവരെത്തുകയാണ്. ഡെയിലി ബേസിസിൽ ഇടി കിട്ടി അവർക്ക് പറ്റാത്തൊരു സാഹചര്യം എത്തിയപ്പോൾ ഇവരുടെ കുഞ്ഞിനെ എടുത്ത് സ്വന്തം വീട്ടിലോട്ട് പോകുമായിരുന്നു. എന്നിട്ട് കുഞ്ഞിനെ തൻ്റെ വീട്ടുകാരുടെ കൊടുത്തു, അതായത് അച്ഛൻ്റെ അമ്മയുടെയിലും കൊടുത്തിട്ട് അവരവിടെ നിന്ന് നാട് വിട്ട് പോകുമായിരുന്നു. 2009 അത് നടക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ നോക്കണം, വീട്ടുകാരെ നോക്കണം എന്നുള്ളൊരു മൈൻഡിൽ തന്നെ ആയിരുന്നു അവരവിടെ നിന്ന് നേരെ ടൗണിലോട്ട് പോകുന്നതും അതേപോലെ തന്നെ ഒരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതും അതിനോടൊപ്പം തന്നെ തൻ്റെ ഡ്രീമായിട്ടുള്ള ആ ഒരു ആക്ടിങ്ങിലോട്ട് എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ആ ഒരു ഫീൽഡിൻ്റെ പിന്നാലെ പോകുന്നതും. ഇവർ കറാച്ചിയിലെത്തി കുറേ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്രത്തോളം കഷ്ടപ്പെട്ട് ഇങ്ങനെ ഫോളോവേഴ്സിനൊക്കെ ഉണ്ടാക്കി അവസാനം അഡ്വർടൈസേഴ്സൊക്കെ വന്നു. അത്യാവശ്യം വരുമാനമൊക്കെ ഇവർക്ക് ആയി തുടങ്ങിയ ടൈമിൽ ഇവർ ഇതേപോലെ തന്നെ വീട്ടുകാർക്ക് സ്ഥിരമായിട്ട് പൈസ അയച്ചു കൊടുക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു വീട് വെച്ച് കൊടുത്തു. ഇത്രത്തോളമൊക്കെ ആയപ്പോൾ പതിയെ വീട്ടുകാരും ഇവരെ അക്സെപ്റ്റ് ചെയ്യാണ്. ആ ഒരു സമയത്ത് മാത്രമാണ് ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കാൻ തന്നെ പാരൻസ് കൂട്ടാക്കിയത്. എന്നാലും അവർക്കൊരു പൂർണ്ണ മനസ്സുണ്ടായിരുന്നില്ല. സൊസൈറ്റിയുടെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വളരെ രഹസ്യമായിട്ട് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവർ മകളെ സപ്പോർട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ടായിരുന്നു എത്തിയിട്ടുണ്ടായത്. സോ ആ ഒരു മുഫ്തി അബ്ദുൽ ഖാവിനായിട്ടുള്ള ഇന്റർവ്യൂവിന് ശേഷം അവർ അത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടതിന് ശേഷം ആളുകൾ ഇത്തരത്തിലുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഡിഗ് ചെയ്തെടുക്കുകയാണ്. ഇവർക്കൊരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. ഒരു കുഞ്ഞുണ്ടായിട്ടും നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, നിനക്ക് ആ ഒരു കൊച്ചിൻ്റെ കാര്യം നോക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാടധികം ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ വരികയാണ്. ഇവരെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യാണ്. അപ്പം അതിലും മനന്നൊന്നിട്ട് കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞ് ഇതൊക്കെ തണുക്കുമല്ലോ, തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്ന് പതിയെ തൻ്റെ പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിൽ ആയിരുന്നു അവർ തൻ്റെ സ്വന്തം വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായത്. അതുപോലെ തന്നെ ഇവരുടെ സിബ്ലിങ്സിനൊക്കെ ആയിട്ട് ഫുൾ അലമ്പായിരുന്നു കേട്ടോ. ഇവരുടെ ഒരു പ്രൊഫഷനും ഇവരുടെ ലൈഫ് ചോയ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവരുമായിട്ട് ആരും വലിയ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂ ഉണ്ടാവുന്നതും ഇവരുടെ പേര് ഭയങ്കരമായിട്ട് ചർച്ചയാകുന്നതും സോഷ്യൽ മീഡിയ മുഴുവൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആളുകൾ സംസാരിക്കുന്നതും. അപ്പോൾ അതിനിടയിൽ മറ്റൊരു ഇൻസിഡൻറ്റ് കൂടെ നടക്കുകയാണ്. വസീം എന്ന് പറയുന്ന ഇവരുടെ ഒരു യങ്ങർ ബ്രദർ ഉണ്ട്. ആൾക്കൊരു മൊബൈലിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ
അങ്ങോട്ട് കുറച്ച് ആളുകൾ വന്നിങ്ങായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ചെയ്യണമെന്ന് പറയുകയാണ്. അത് വേറെ ആരുടെയും ഫോട്ടോസും മറ്റും ആയിരുന്നില്ല, കന്ദീൽ ബലൂജിൻ്റെ ഫോട്ടോസും വീഡിയോസും ആയിരുന്നു അവർ ആവശ്യപ്പെട്ടത്. യെസ്, ഇയാളുടെ സിസ്റ്ററാണ് അവരെന്ന് അറിയാതെയായിരുന്നു ആ ഒരു ഷോപ്പിലോട്ട് എത്തിയത്. ഇയാൾക്ക് അത് എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതിലും കൂടുതലായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അയാൾ നേരെ തന്നെ തൻ്റെ പാരൻസിൻ്റെ വീട്ടിലെത്തിയിട്ട് ആ ഒരു സ്ത്രീയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടാവാണ്. നീ ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ജീവിക്കുകയാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടാക്കി. അപ്പോഴും അവരത് എന്താ പറയുക, പുച്ഛിച്ച് തള്ളുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇയാൾ ഇതേപോലെ തന്നെ വീണ്ടും ആളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്തും അവരായിട്ടിരുന്ന് മദ്യപിക്കുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സൊക്കെ ആളുടെ സിസ്റ്ററിനെ കുറിച്ച് ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അതേപോലെ തന്നെയുള്ള പല കാര്യങ്ങളും പറയാണ്. ഇവരുടെ സിസ്റ്ററായിട്ടുള്ള കന്ദീൽ ഈ വസീമിൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാൻ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ശരീരമൊന്നും വിൽക്കുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത്. അങ്ങനെ ഇതൊന്നും സഹിക്കാൻ പറ്റാതിരുന്നിരുന്ന വസീം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നത്തെ ദിവസം ഇവർ കുടിക്കാൻ വെച്ചിരുന്ന പാലിൽ ഉറക്കഗുളികയും കാര്യങ്ങളൊക്കെ ചേർക്കുകയായിരുന്നു. അതിനുശേഷം അവരത് കുടിച്ചു, കിടന്നുറങ്ങി. വീട്ടുകാരൊന്നും ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് രാത്രി ആരും അറിയാതെ ആ ഒരു വീട്ടിലോട്ട് കയറിയിട്ട് തൻ്റെ സ്വന്തം സിസ്റ്ററിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ആൾ എസ്കേപ്പ് ആവുകയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം പാരൻസ് എഴുന്നേറ്റപ്പോൾ മകൾ എഴുന്നേൽക്കുന്നില്ല, എന്തെങ്കിലും ക്ഷീണം കാരണം ഉറങ്ങായിരിക്കും എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ എഴുന്നേൽക്കുന്നില്ല. അങ്ങനെയാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതും 16 മണിക്കൂറുകൾക്ക് മുൻപ് ആ ഒരു സ്ത്രീ മരിച്ചു എന്നുള്ളൊരു കാര്യം ഡോക്ടേഴ്സ് പറയുന്നതും. അതിനുശേഷം പോലീസുകാർ കേസ് എടുത്ത് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. അവർ നൈബേഴ്സിനെയും മറ്റൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഈ ഒരു വസീമിനെതിരെയായിരുന്നു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ആൾ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നതായിട്ടും അതേപോലെ തന്നെ അങ്ങോട്ട് പോകുന്നതും വരുന്നതായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കേസായി കാര്യങ്ങളായി. ഈ പാരൻസ് ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഇവരുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററിന് മേലൊക്കെ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വന്നു. അവസാനം 2019 സെപ്റ്റംബറിൽ ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയായിരുന്നു കോടതി വിധിച്ചത്. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ്, അതായത് 2022 ഫെബ്രുവരിയിൽ ആൾക്ക് ജാമ്യം ലഭിക്കുകയായിരുന്നു. അതിനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കന്ദീലിൻ്റെയും വസീമിൻ്റെയും അമ്മയുണ്ടല്ലോ, അവർ കോടതിയിൽ ചെന്നിട്ട് പറയുകയാണ് ഇതൊരു ഹോണർ കില്ലിംഗ് അല്ല എന്നുള്ളത്, ഇതൊരു ദുരഭിമാന കൊലയല്ല, എൻ്റെ മകൻ അങ്ങനെ ഉള്ളൊരു അർത്ഥത്തിൽ ചെയ്തതല്ല എന്നുള്ളൊരു സത്യവാങ്മൂലം ഇവർ കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ വസീമല്ല ഈ ഒരു കൊലപാതകം ചെയ്തതെന്ന് കൂടി ആ ഒരു അമ്മ പറയുകയാണ്. അതായത് അന്ന് ആ ഒരു ദിവസം അവൻ അവിടെ വന്നിട്ടുണ്ടാവും, അവനും അവളും തമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. എന്നാലും അവനല്ല ഒരു കൊലപാതകം ചെയ്തത്. ജസ്റ്റ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് മാത്രമല്ലേ ഉള്ളൂ, ഡയറക്റ്റ് ആയിട്ടുള്ളൊരു എവിഡൻസ് അവനാണ് കൊന്നതെന്നുള്ളതിനില്ലല്ലോ. അന്നത്തെ ദിവസം പോലീസുകാർ അവനെ പിടിച്ചുകൊണ്ടുപോയി ഇടിച്ച് സമ്മതിപ്പിച്ചതാണ്, അല്ലാതെ അവൻ ആ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു ആംഗിളിൽ ഇവർ കോടതിയിൽ ചെന്ന് പറയുകയാണ്. അങ്ങനെയാണ് ആൾക്ക് ജാമ്യം ലഭിക്കുന്നത്. പിന്നീട് ആ ഒരു കേസിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എന്നാൽ കൃത്യമായിട്ട് ആ ഒരു കൊലപാതകം ആരാണ് ചെയ്തതെന്നുള്ളത് പിന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ വസീം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മുഫ്തിയുടെ ആളുകളായിരിക്കും ഇത് ചെയ്തതെന്നുള്ള രീതിയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആളുടെ ബ്രദറായിട്ടുള്ള വസീമൻ, അല്ലാന്നുണ്ടെങ്കിൽ മുഫ്തി കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് ഇവർ ഈ സമയത്ത് വീട്ടിലുണ്ടാവുമെന്ന് അറിഞ്ഞങ്ങായിട്ട് ആളുകളെ വിട്ടിങ്ങായിട്ട് അവരെ വീട്ടിൽ കയറിയിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. അതിനൊരു കാരണമായിട്ട് പറയുന്നത് അന്നത്തെ ആ ഒരു TV ഇൻ്റർവ്യൂവും അതിനുശേഷം ഈ ഒരു സ്ത്രീയുടെ അക്യൂസിഷൻസും ഒക്കെ ആളുടെ കരിയറിനെ തന്നെ വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് ആൾ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ളത് എന്നുള്ളൊരു തരത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. കന്ദീൽ ബലൂജ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ തന്നെ ഫസ്റ്റ് ടൈം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ കഥയായിരുന്നു നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.